നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെതിരെ കളിക്കാൻ ഇറങ്ങുകയാണ്. കളിക്ക് മുന്നോടിയായിട്ട് ബ്രസീലിൻ്റെ കോച്ച് കാർലോ അഞ്ചലോട്ടി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നാളത്തെ ഗെയിം, അത് അദ്ദേഹം ഇന്നലെ പറയുകയാണ്. നാളത്തെ ഗെയിമിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം. അതായത് നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം, ഹൃദയം ക്ലിയർ ആയിരിക്കണം, കൃത്യമായ ഐഡിയാസ് ഉണ്ടായിരിക്കണം. സത്യം പറഞ്ഞാൽ ക്വാളിഫയറിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഓരോ കളിയും ക്വാളിഫയർ പോലെയാണ് ഞാൻ കാണുന്നത്. കളി ജയിക്കുക, മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കാം, അതിനൊക്കെ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ദി ടീം ഈസ് പ്രിപ്പയർഡ്, മോട്ടിവേറ്റഡ്. അതുപോലെ തന്നെ ടീമിന് കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങൾ നന്നായി കളിച്ചല്ലോ, അത് ടീമിന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കാമോ അതിനൊക്കെ ടീം പ്രിപ്പയർഡ് ആണ് എന്നാണ് കോച്ച് പറയുന്നത്. അതായത് എന്തൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ എക്സ്ട്രാ ടൈം ഉണ്ടാകാം, പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ടാകാം, ഇനി അങ്ങോട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനൊക്കെ ടീം വെൽ പ്രിപ്പയർഡ് ആണ് എന്നാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ നോക്കൗട്ട് മാച്ചസ് ആണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നോക്കൗട്ട് മാച്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൗട്ട് മാച്ചിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ നോക്കൗട്ട്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ വളരെ സ്ട്രോങ് ടീമാണ്. പ്ലേയേഴ്സിനറിയാം ഇത്തരം കളികൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രസീലിയൻ ടീമിന് മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് ഇനി വേണ്ടത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതൊരു വേൾഡ് കപ്പാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രഷർ മാനേജ് ചെയ്യും, അതുപോലെ നിങ്ങൾ എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും, കളിക്കളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതനുസരിച്ചാണ് ഫുട്ബോൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ആസ്പെക്ട്സിലും ഫോക്കസ് ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒഫൻസീവ്, ഡിഫെൻസീവ്, അതോടൊപ്പം ഒത്തൊരുമയോടുള്ള കളി, ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ബ്രസീൽ ടീം ഇപ്പോൾ അതാണ് പ്രധാനമായിട്ടും പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സ്ട്രോങ് റൈവലിനെതിരെ കളിക്കാൻ പോകുന്നു. അവർക്ക് നല്ല ഓർഗനൈസിങ് ആയിട്ട് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ടത് ക്ലവർ ഐഡിയാസാണ്. ഇത്തരം നോക്കൗട്ട് മത്സരങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് വേണ്ടത് ക്ലവർ ഐഡിയാസാണ്. അതാണ് ഞാൻ എൻ്റെ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ബ്രസീലിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കാരണം ഒറ്റയടിക്ക് അങ്ങ് വലിയ നേട്ടത്തിലേക്ക് പോകാൻ പറ്റുന്നൊരവസ്ഥയിലല്ലല്ലോ. പതിയെ പതിയെ ടീം ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി, ഞങ്ങൾ ഒരു ടീം എന്ന രൂപത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഇൻഡിവിജ്വൽ പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയും ഉപയോഗപ്പെടുത്തണം, ടീമിൻ്റെ മികവും ഉപയോഗപ്പെടുത്തണം. വർക്ക് നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ടീം എന്ന രൂപത്തിൽ. ഇനി ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തോട് പതിയെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടീം റിപ്പീറ്റ് ചെയ്യുമോ, കഴിഞ്ഞ കളിയിൽ ഇറക്കിയ അതേ 11 നിങ്ങൾ ഇറക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കറിയില്ല, ഞാൻ ഏതായാലും നിങ്ങളോട് ഇപ്പോൾ ലൈനപ്പ് പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ലൈനപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും കളി കാണാൻ വരിക, വളരെ കാമായിരിക്കും. അപ്പോൾ ഏതാണ് പെർഫെക്റ്റ് ലൈനപ്പ് എന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ, നിങ്ങളും ചിന്തിക്ക്. നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് അറിയാം ഏതാണ് ടീമിൻ്റെ ബെസ്റ്റ് ലൈനപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്. അതേസമയം മാത്യൂസ് കുഞ്ഞയുടെ കാര്യം, ഇപ്പോൾ കുഞ്ഞയുടെ ഒരു പൊസിഷൻ, അദ്ദേഹം നമ്പർ 9 ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രോപ്പർ നമ്പർ 9 ആയിട്ട് കളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ബിൽഡപ്പിലും മറ്റുമൊക്കെയാണ് കൂടുതലായിട്ട് അദ്ദേഹം ഇൻവോൾവ് ആയിട്ട് ആ ക്വാളിറ്റി ഉപയോഗപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചോദ്യം, മാത്യൂസ് കുഞ്ഞയുടെ പൊസിഷനിങ് എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, കുഞ്ഞയുടെ പൊസിഷൻ ലാസ്റ്റ് ഗെയിമിൽ നമുക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വെൽ ഡിഫൈൻഡ് പൊസിഷൻ, ഇപ്പോൾ നമ്പർ 9 അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു പ്രത്യേക പൊസിഷനിലല്ല അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം എതിർ ടീമിന് കൃത്യമായിട്ടുള്ളൊരു ഒരു റഫറൽ കിട്ടില്ല. അയാൾ അവിടെ വെച്ച് പൂട്ടാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളൊരു റഫറൽസ് അവർക്ക് കിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 പേര്, ബ്രൂണോ, പക്വറ്റ, കുഞ്ഞ, അവർ വളരെ മികച്ച ഗെയിമുകളാണ് കഴിഞ്ഞ 2 കളിയിൽ ഗെയിമിൻ്റെ ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ അവർ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ രൂപത്തിൽ തന്നെ അവരെ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് നെയ്മർ ജൂനിയർ എത്ര മിനിറ്റ് കളിക്കും, നെയ്മർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ മറുപടി, നെയ്മർ നല്ല രൂപത്തിൽ ഇവോൾവ് ചെയ്ത് വരികയാണ്, അവൻ നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അവൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്.
ഇപ്പം ടീമിനോടൊപ്പം എത്തി മുഴുവൻ സമയവും അവന് പരിശീലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ 15 മിനിറ്റിലപ്പുറം തന്നെ അവന് കളിക്കാൻ പറ്റും. നല്ല രൂപത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കളിയുടെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചായിരിക്കും ഈ നെയ്മർ എത്ര മിനിറ്റ് ഈ കളിയിൽ കളിക്കും എന്നുള്ളത് തീരുമാനിക്കുക എന്നുകൂടി ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാപ്പാനീസ് താരം കെൻഡോയുടെ സംസാരം, അതിനെന്ത് മറുപടിയും ചോദിക്കുമ്പോൾ അവർ പറയുന്നതിന് ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. ഞാൻ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, എതിരാളികളുടെ ക്വാളിറ്റീസിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഗെയിമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ലെറ്റ്സ് നോട്ട് പ്ലേ മൈൻഡ് ഗെയിംസ്, നമുക്ക് വർക്ക് ചെയ്യാം, ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യാം, അതാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമായില്ലേ? നോക്കൗട്ട്സിൽ മുന്നോട്ട് പോകാൻ എളുപ്പമുള്ള തരത്തിലുള്ള ഒരു പാത്തിലല്ലേ ബ്രസീലിൽ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല, ഞാനതിനോട് അഗ്രി ചെയ്യുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് വേൾഡ് കപ്പിൽ എല്ലാ ഗെയിമുകളും വളരെ ഡിഫിക്കൽട്ടാണെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഒരുപാട് പ്രഷർ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല ഏതെങ്കിലും ഒരു ടീം വേൾഡ് കപ്പിൽ പ്രത്യേകിച്ച് ഫേവററ്റ്സ് ആണ് എന്നുള്ളത്. മേ ബി ചില ടീമുകൾ ഗ്രൂപ്പ് സ്റ്റൈലൊക്കെ മറ്റുള്ളവരേക്കാൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് അവരൊരു ക്ലിയർ ഫേവററ്റ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് ആണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഫ്രണ്ട്ലിയിൽ നിങ്ങൾ ജപ്പാനോട് തോറ്റില്ലേ? ആ ജപ്പാനോടല്ലേ വീണ്ടും കളിക്കാൻ വരുന്നത്, ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി യെസ്, കഴിഞ്ഞ ഫ്രണ്ട്ലി ഞങ്ങൾ തോറ്റിട്ടുണ്ട് അവരോട്, പക്ഷെ അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ജപ്പാൻ എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടീമാണ് എന്നുള്ളത്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടീമുകളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അവരെ പെടുത്താം. ഇംഗ്ലണ്ടിനെതിരെ അവർ മാർച്ചിൽ വിജയിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് നല്ല ടോട്ടൽ റെസ്പെക്റ്റ് ഉണ്ട്. ഞങ്ങൾ ഈ ഗെയിമിന് ആ ഒരു രൂപത്തിൽ, ഒരു ഫൈനൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ആ രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫൈനൽ, അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നാണ് കോച്ച് പറഞ്ഞത്. ജപ്പാനോടുള്ള തോൽവിയിൽ നിന്ന് ബ്രസീൽ എന്ത് ലെസൺസാണ് പഠിച്ചത് എന്ന ചോദ്യം വരുന്നുണ്ട്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അത്തരം മത്സരങ്ങളിലൂടെ ലഭിക്കും. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടിയിരുന്നത് എന്ന രൂപത്തിൽ പിന്നീട് അത് അസസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുന്ന പോലെ ജപ്പാൻ ഞങ്ങളെ നവംബറിൽ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഒക്ടോബറിൽ തോൽപ്പിച്ചു. അപ്പം സെക്കൻഡ് ഹാഫിൽ അവർ നന്നായിട്ട് കളിച്ചു. ഒബ്വിയസ്ലി ഞങ്ങളത് കണക്കിലെടുക്കും. ഞങ്ങളുടെ പ്രകടനം സെക്കൻഡ് ഹാഫിൽ മോശമായിരുന്നു. സോ ഞങ്ങൾ എതിരാളികളെ ഞങ്ങൾ ബഹുമാനിക്കും, പക്ഷേ പറ്റിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടായിരിക്കും ഈ കളിക്ക് ഇറങ്ങുക. അതാണ് ആ കളിയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇപ്പം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ബോളുമായിട്ട് ബ്രസീലിയൻ സ്റ്റൈലിൽ ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് കടന്നാക്രമിക്കാൻ അവർക്ക് കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി യെസ്, ജപ്പാൻ നല്ല രൂപത്തിൽ ബോളുമായിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു പ്രഷറിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റും. അവർ വളരെ ഡേഞ്ചറസ് ആണ്. പ്രഷറില്ലാതെ അവർ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ഡേഞ്ചറസ് ആണ്. ഞങ്ങളത് ഏത് തരത്തിലുള്ളൊരു പ്രഷറാണ് അവർ ഞങ്ങൾക്ക് ഇടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ടീം എന്ന രൂപത്തിൽ അവരെ തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണോ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ജപ്പാനെതിരെയുള്ളൊരു മത്സരം അത് അത്ര എളുപ്പമുള്ളതായിരിക്കില്ല എന്നാണ് കോച്ച് പറയുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ ടീമിൻ്റെ ക്വാളിറ്റീസിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. കളി ജയിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആഞ്ചലോട്ടി ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഇടുക.